തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, ആന്റിക് ആൻഡ് തുർക്കിഷ്, ഡയമണ്ട്, റോസ് ഗോൾഡ്, പ്ലാറ്റിനം കളക്ഷൻ, കേരള മോഡൽ, ട്രഡീഷണൽ, ബോംബെ, കൽക്കത്ത ആഭരണങ്ങളുടെ സ്പെഷ്യൽ കളക്ഷൻ, അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, വിവാഹ പർച്ചേസിന് പ്രത്യേക ആനുകൂല്യം. ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട്. ഫോൺ 049224629169 9037917916. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടിയിൽ വിവിധയിടങ്ങളിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരൂരങ്ങാടി ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളും തിരൂരങ്ങാടി ഇസ്ലായി സെന്ററിലും വയനാടിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ചെറുമുക്ക് യൂത്ത് ഫെഡറേഷനും സ്വാതന്ത്ര്യദിന പരിപാടികൾ സംഘടിപ്പിച്ചു. തിരൂരങ്ങാടി ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാലയത്തിലെ NSS, JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, റേഞ്ചേഴ്സ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വർണ്ണശബളമായ ഘോഷയാത്രയാണ് നടന്നത്. പ്രിൻസിപ്പൽ ഒ ഷൗക്കത്ത് അലി പതാക ഉയർത്തി. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അരിമ്പ്ര മുഹമ്മദ് മാസ്റ്റർ നിർവഹിച്ചു. ഏതായാലും സ്വാതന്ത്ര്യം കിട്ടി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹമായ ഒരു കാര്യം, ഒരു ജനാധിപത്യ വ്യവസ്ഥയനുസരിച്ച് ഈ രാജ്യം മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ്. നമ്മുടെ ലോകത്തിലുള്ള പല രാജ്യങ്ങളും, ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒക്കെ നിരവധി രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി സ്വതന്ത്രമായി നീങ്ങുന്നതിനിടക്ക് പെട്ടെന്ന് സ്വേച്ഛാധിപത്യത്തിൻ്റെ പിടിയിലമർന്ന ചരിത്രമാണുള്ളത്. എന്തിനധികം പറയുന്നു, നമ്മുടെ തൊട്ട അയൽരാജ്യമായ ബംഗ്ലാദേശിൽ നിന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രി അഭയം തേടി ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ്. പട്ടാളം അവിടെ അധികാരം പിടിച്ചെടുത്തൊരു പുതിയ ഗവൺമെൻറ് അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു ദുർവിധിയൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മുടെ ജീവിത നിലവാരമൊക്കെ വളരെ ഉയർന്നിട്ടുണ്ട്. ജീവിത നിലവാരത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് കടുത്ത പട്ടിണിയും വരൾച്ചയും രോഗങ്ങളും രാജ്യത്തെ ആകെ പിടിമുറുക്കിയിരുന്നു. ഞാൻ ഈ ഭൂമികയിൽ നിന്ന് സംസാരിക്കുമ്പോൾ 1943 തിരൂരങ്ങാടി യത്തീംഖാന സ്ഥാപിച്ച ആ കാര്യമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. 144 കുട്ടികളെ ബഹുമാന്യനായ MK ഹാജി സാഹിബ് ഈ അനാഥാലയത്തിൽ ചേർത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടിൻ്റെ ഒരു ഭാഗം അവർക്ക് താമസിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തു. അവർക്ക് പോഷകാഹാരമുള്ള ഭക്ഷണം ഉണ്ടായിരുന്നില്ല, കിടക്കാൻ റൂം ഉണ്ടായിരുന്നില്ല. ഇവിടെ ദാറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഇവിടെ ഉണ്ടായിരുന്നൊരു ചെറിയ മദ്രസ, അതിലാണ് അവർ പഠിച്ചിരുന്നത്. മദ്രസ പഠനവും സ്കൂളും കിടത്തവുമൊക്കെ. എന്തിനധികം പറയുന്നു, വളരെ ശ്വാസം മുട്ടുന്ന മാലിന്യങ്ങൾ നിറഞ്ഞ ഈ സാഹചര്യത്തിലാണ് അവരൊക്കെ ജീവിച്ചു വളർന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ജീവിത നിലവാരം വളരെയധികം മാറിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന് മുന്നേ ജനിച്ച OLP സ്കൂളിന്റെ പ്രഥമ ഹെഡ്മാസ്റ്ററായിരുന്ന ആസിസ് മാസ്റ്റർ സ്വാതന്ത്ര്യദിന സന്ദേശവും കുട്ടികളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും നൽകി. സ്കൂളില്ല, പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യത്തിന് OLP സ്കൂൾ തുടങ്ങി. കാരണങ്ങളിൽ ഒന്ന് അതാണ്. അങ്ങനെ തുടങ്ങുമ്പോൾ ഞാൻ ഹെഡ്മാസ്റ്ററായിട്ട് ഇങ്ങനെ ട്രാൻസ്ഫറായി വന്നു. അന്ന് മുതൽ 90-30 കൊല്ലം ഞാൻ അവിടെ ഹെഡ്മാസ്റ്ററായിരുന്നു. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഇവിടെ ഹെഡ്മാസ്റ്റർമാരായിട്ടുണ്ട്. പാതാരി മുഹമ്മദ്, ഖദീജ PM അബൂബക്കർ മാസ്റ്റർമാർ, അതൊക്കെ ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ്. കോളേജ് പ്രിൻസിപ്പൾ അലവിക്കുട്ടിയൊക്കെ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ. 1ാം ക്ലാസ് ഞാൻ ചേർത്തിയതാണ്. പിന്നെ വിളിച്ചിരിക്കണത് പഴയത് ഓർമ്മയുള്ളത് പറയാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ എൻ്റെ സ്നേഹിതൻ OC അബ്ദുറഹ്മാൻ എന്നാണ് വിളിക്കുക. എന്താ ഈ OC? ഒറ്റത്തിങ്കിൽ ചെറിയ അബ്ദുറഹ്മാൻ. അദ്ദേഹം ഇവിടെ ഓറിയന്റൽ ഹൈസ്കൂളിൽ ആദ്യത്തെ SSLC പാസ്സായ കുട്ടിയാണ്. അന്ന് ഒരു അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ എറണാകുളത്തായിരുന്ന ഒരു ഹെഡ്മാസ്റ്ററായിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ദേശഭക്തി ഗാന വിജയികളുടെ ഗാനാലാപനവും മുഴുവൻ വിദ്യാർത്ഥികൾക്കും പായസ വിതരണവും നടന്നു. ഹെഡ്മാസ്റ്റർ T. അബ്ദുൽ റഷീദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ കൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. അധ്യാപകരായ P. അബ്ദുൽ ജലീൽ, P. ഇസ്മായിൽ, T. സാലിം, MP അലവി, K. ഇബ്രാഹിം, മുനീർ താനാളൂർ, ഹാരിസ് ബാബു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. K. സുബൈർ, M. ഷാഫി, P. അബ്ദുസമദ്, VP ബഷീർ, PV ഹുസൈൻ, K. ഷംസുദ്ദീൻ, S. ഖിളർ, AT സൈനബ, K. ജമീല, P. ജൗഹറ, റംല, P. ഫഹദ്, വനജ ടീച്ചർ, A. ഉസ്മാൻ, P. ഹബീബ്, നിസാർ, ഫൈസൽ, അബ്ദുൽ ഖാദർ എന്നിവർ നേതൃത്വം നൽകി. അതേസമയം രാജ്യം 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ വയനാടിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ടുപോയ ആ നാടിന്റെ രക്ഷാപ്രവർത്തനങ്ങൾക്കും
പുനരധിവാസത്തിനു വേണ്ടി കയ്യും മെയ്യും മറന്നുകൊണ്ട് സന്നദ്ധ സേവനം നടത്തുന്ന സാമൂഹിക സാംസ്കാരിക മത രാഷ്ട്രീയ സംഘടനകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചെറുമുക്ക് യൂത്ത് ഫെഡറേഷൻ ക്ലബ്ബ് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായത്. രാവിലെ 9 മണിക്ക് PP രായിൻ ഹാജി പതാക ഉയർത്തി. ഇന്ത്യ 78ാം സ്വാതന്ത്ര്യദിന ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആഘോഷ പരിപാടികൾ മാറ്റിവെച്ചൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. വയനാടിൽ നമ്മൾ കണ്ട വലിയ ദുരന്തത്തിൻ്റെ ഭാഗമായി അവിടെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന കയ്യും മെയ്യും മറന്നുകൊണ്ട് അവിടെ ദുരന്തത്തിലായ ആളുകൾക്ക് വേണ്ടി രാപ്പകൽ ഭേദമന്യേ ഇന്നും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും സന്നദ്ധ സേവന പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാ സംഘടനകൾക്കുമുള്ള ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചെറുമുക്ക് യൂത്ത് ഫെഡറേഷൻ ക്ലബ്ബ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് PP ജാഫർ, VP ഖാദർ ഹാജി, CP റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന വയനാടിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ചെറുമുക്ക് വെസ്റ്റ് മുതൽ ചെറുമുക്ക് ടൗൺ വരെ വിവിധ സംഘടനകളുടെയും മറ്റും പ്ലക്കാർഡ് ഉപയോഗിച്ച് ജാഥ സംഘടിപ്പിച്ചു. ജാഥയ്ക്ക് ക്ലബ്ബ് സെക്രട്ടറി KV സഫ്വാൻ, ജാബിർ, VP ജാഫർ, KV നജീബ്, VP സെയ്ദ്, അനസ് പച്ചായ്, ഉവൈസ് VP, റാഫി M, റഹീം VP, സജാദ് PP, KV നൗഫൽ, A ഫൈസൽ, NT ഇസ്മായിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരൂരങ്ങാടി ഇസ്ലായി സെന്ററിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ KNM സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ EK അഹമ്മദ് കുട്ടി പതാക ഉയർത്തി. തുടർന്ന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ഞാൻ ബഹുമാനിക്കും. ഞാൻ എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിലും ഐശ്വര്യത്തിലും വേണ്ടി CN അബ്ദുൽ നാസർ, അൻവർ MV, സാലിം താപ്പി, അൻസർ കാടങ്ങൽ, ജാസിർ KT എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.